നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 8-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 24-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശരിക്ക് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. മാത്രമല്ല ഇന്നത്തെ ദിവസവും ശുഭ ദിനമല്ല ചൊവ്വാഴ്ച. അപ്പോൾ ചൊവ്വാഴ്ചയും തൃക്കേട്ട നക്ഷത്രമായി വന്നിരിക്കുന്ന ദിവസമാണ്. ശരിക്ക് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്ക് കൊള്ളത്തില്ല. ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇന്ന് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ ശത്രുഗ്രഹമാണ്. ശത്രുക്കളുടെ എണ്ണം കൂട്ടും. നമ്മളിന്ന് ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ എന്തിനാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാവാം. നമ്മൾ കീഴുദ്യോഗസ്ഥരെ തന്നെ നമ്മൾ ഓരോന്ന് പറയുന്നിടത്ത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരെ സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനമൊക്കെ സൂക്ഷിച്ചോട്ടിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായാലും അപ്പോഴേ തന്നെ സോൾവ് ചെയ്ത് പോകാൻ നോക്കണം. അല്ലെങ്കിൽ കേസിൽ വഴക്കിലൊക്കെ പോകാൻ ഇടവരും. അതുകൊണ്ട് ശത്രുത വർദ്ധിക്കും. അതുപോലെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നവരും സൂക്ഷിക്കുക. ചെറിയ പൊള്ളലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇന്ന് മിഥുന മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. കാരണം ഒരു വർഷത്തെ മറ്റത് ഒരു ദിവസത്തെ ഫലമേ ഉള്ളൂ. ഒരു ദിവസം നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെ വന്നാലും തള്ളി ഉന്തി കൊണ്ടുപോകാം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം ആക്സിഡൻറ്റ് വരാം, സർജറിക്ക് വിധേയമാവാം, തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകളിൽ കുടുങ്ങാം. ഇങ്ങനെ ശത്രുക്കളുടെ ശല്യം കൂടും. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കിത് വരാതെ ആക്കണം. നമുക്കിത് എന്തിനാണ് നമ്മൾ അറിയുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ആരാണ് പരിഹാരം ചെയ്യേണ്ടത്? നമ്മൾ തന്നെ പരിഹാരം ചെയ്യണം. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നതാണ് ഏറ്റവും പ്രധാന പരിഹാരം. അപ്പോൾ നമ്മൾ അറിഞ്ഞു, നമുക്കിതിനെ പരിഹരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ശരിക്ക് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. പ്രധാനമായിട്ട് മുരുകക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഒരു സുബ്രഹ്മണ്യ യന്ത്രം ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കെട്ടിക്കൊള്ളണം. ഇത് കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സിലോ കഴുത്തിലോ നമ്മളെ ദേഹത്ത് ഉണ്ടാവണം. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനായിട്ട് ആ ഒരു എനർജി, രക്ഷ എന്ന് പറയുന്നത് എല്ലാം എനർജിയാണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മൾ എന്താണോ നമുക്കുള്ള നെഗറ്റീവ് എനർജി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് ചൊവ്വാഴ്ച 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാവുകാല സമയം വരുന്നത് 3:38 തൊട്ട് ആരംഭിക്കും. 5 മണി 12 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ രാവുകാലം ഒന്ന് ദിവസം അത്ര നല്ലതല്ല. അതിലൂടെ രാവുകാല സമയം നോക്കിയിട്ട് വേണം ഓരോ ശുഭയാത്രകൾ ചെയ്യാൻ. പ്രത്യേകിച്ച് ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോഴോ ശ്രദ്ധിച്ച് ഇടപെടുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ശ്രദ്ധിക്കണം. അപ്പോൾ ഗുളികൻ്റെ സമയം വരുന്നത് 12:30 തൊട്ട് 2 മണി 4 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9 മണി 21 മിനിറ്റ് തൊട്ട് 10:55 വരെയുമാണ്. ഇത് പകലുള്ള സമയമാണ്. അത് രാത്രിയുള്ള സമയമല്ല. AM-ഉം PM-ഉം ഉണ്ടെങ്കിൽ ഇത് പകലുള്ള സമയത്തെയാണ് നമ്മൾ ഗുളികകാലവും യമകണ്ഠകാലവും രാവുകാലവും ഒക്കെ പറയുന്നത് പകലാണ്. അതുപോലെ ഇന്നും
നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരു കാരണവശാലും കൊള്ളത്തില്ല എങ്കിൽ പോലും ചെയ്തേ തീരുള്ളൂ എങ്കിൽ പ്രപഞ്ചത്തിൽ തന്നെ 48 മിനിറ്റ് നേരം പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം നിൽക്കും. അഭിജിത്തിൻ്റെ സമയമാണ് 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് കൊള്ളാതെ ഉള്ളൂ. ഈ സമയം നമുക്ക് അങ്ങനെ സുപ്രധാനമായ ചില കാര്യങ്ങൾ എടുത്തേ തീരുള്ളൂ എങ്കിൽ ഇത് സമയം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.